2026 വർഷഫലം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേടക്കൂറിൽ പെടുന്ന ഒരു നക്ഷത്രം കൂടി തന്നെയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചും ഏഴര ശനിയുടെ ഒരു കാലഘട്ടം ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ മൂന്നിലായിരുന്നു വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ ജാനുവരി മുതൽ ജൂൺ 9 വരയ്ക്ക് മൂന്നാം ഭാവത്തിലാണ്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ അത് 4ലേക്ക് വരുന്നുണ്ട്. 4ാം ഭാവം കർക്കിടക രാശിയാണ്. ആ കർക്കിടക രാശിയെ സംബന്ധിച്ച് ഉച്ചരാശിയാണ് വ്യാഴത്തിന്. അത് 4ാം ഭാവം കൂടിയാണ്. അപ്പം നമ്മളെ കുടുംബത്തേക്ക് നമുക്ക് ഇപ്പോൾ ഒരു വീട് പണിയാൻ തുടങ്ങി, അത് ബ്ലോക്കാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്നൊരു സമയം കൂടിയാണ്. 2026 ഭരണി നക്ഷത്രക്കാർക്ക് ഇതുപോലെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ സമ്മിശ്രമായിട്ട് വരികയും പിന്നെ അതേപോലെ കർമ്മ രംഗത്ത് നമ്മൾ ഓടി നടന്ന് നമുക്ക് കർമ്മത്തിലേക്ക് തടസ്സങ്ങളാണ് ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ തടസ്സങ്ങളൊക്കെ മാറി മാറ്റങ്ങൾ വരുന്നൊരു സമയം തന്നെയാണ് 2026 നമുക്ക് ജൂൺ മാസത്തോടു കൂടി വരിക. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഓടി നടന്നിട്ട് ഒന്നും ആയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അവിടെ രാഹു ഉണ്ട്. രാഹു 11ലാണ്. നമുക്ക് മോഹങ്ങളൊക്കെ ധാരാളം തരും. നടക്കുന്നില്ല, കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്ന് പകുതി എത്തിയിട്ട് നിൽക്കുന്ന ഒരു ഘട്ടങ്ങളാണെങ്കിൽ ഈ 2026 നമുക്ക് നല്ലൊരു മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന ദൈവങ്ങളെയൊക്കെ നന്നായിട്ട് തന്നെ വിളിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നലുകൾ ഈ ഒരു സമയങ്ങളിൽ നമുക്കുണ്ടാവും. പക്ഷെ അതൊന്നല്ലാതെ തന്നെ നമുക്ക് മാറ്റം വരുന്നൊരു സമയമാണ്. ശനീശ്വരൻ എപ്പോഴും അങ്ങനെയാണ്, കുറേയധികം നമ്മളെ പരീക്ഷിച്ചിട്ട് നമുക്ക് നല്ലൊരു ഫലം നമുക്ക് തരും. അപ്പോൾ ഈ 2.5 വർഷം അതും 12ൽ നിൽക്കുമ്പോൾ നമുക്ക് കുറേയധികം നമ്മളെ പ്രശ്നങ്ങളിലൂടെ നടത്തിക്കും. രോഗങ്ങൾ, കാലുവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ എത്തിച്ചെങ്കിലും പിന്നീട് നമുക്ക് നല്ലൊരു ഭാവത്തിലേക്ക് ആൾ കൊണ്ടുവന്ന് തരും. അപ്പോൾ ആദ്യം നമ്മൾ ടെൻഷനൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവാം, ശിവക്ഷേത്രത്തിൽ പോവാം. ഏഴര ശനിയുടെ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും ശിവൻ്റെ അമ്പലത്തിൽ പോവാം, കുവളത്തിൻ്റെ മാല കൊടുക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ അർച്ചന കൊടുക്കുക, ധാര കൊടുക്കുക, ഇതൊക്കെ ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ 3ലാവുമ്പോൾ മനസ്സ് എപ്പോഴും മുറവിളി കൂട്ടുന്ന പറയാം. ആ ജൂൺ വരയ്ക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വാക്കുകൾ കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു മഞ്ഞപ്പട്ടിൽ ഒരു പിടിപ്പണം വെച്ച് സമർപ്പിക്കുക, ഭഗവാന്റെ മുമ്പിൽ അത് സമർപ്പിക്കുക. പായസമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും സമർപ്പിക്കുക. എന്തെങ്കിലും നമുക്ക് പറ്റുന്നത് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന ഒരു വഴിപാട് സമർപ്പിച്ച് പോവുകയാണെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം 2026 ഏറ്റവും നല്ലൊരു വർഷമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.